ഇവിടെ നിന്ന് ഓസ്ട്രേലിയ പോയി അദ്ദേഹം ഒരു ഒപ്പൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട്, യുറേനിയം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ യുറേനിയം ഇങ്ങനെ പ്ലെയിനിൽ കൊണ്ടുവരും? ഇല്ലല്ലോ, കപ്പലിലല്ലേ വരിക. അപ്പൊ കപ്പലിൽ ഓസ്ട്രേലിയക്ക് അടുത്തിരിക്കുന്ന ഹാർബർ ഏതാണ്? തിരുവനന്തപുരമാണ്. കാരണം അവിടെ നിന്ന് വരുമ്പോൾ ട്രിവാൻഡ്രമാണ്. അത് കഴിഞ്ഞ് അടുത്ത് ഓപ്പൺ ആയിട്ടുള്ള. അപ്പൊ ബിജു, ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ കടൽ തീരത്ത് ഇഷ്ടം പോലെ യുറേനിയം ഉണ്ട്. യുറേനിയം അല്ല, മോണോസൈറ്റ് ഉണ്ട്. മോണോസൈറ്റ് ഉണ്ട്, അതിൽ വേർതിരിച്ചെടുക്കാം. തോറിയം എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് തുടങ്ങി നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് നമ്മൾ കുതിച്ച് ചാടാൻ പോകണമെന്നൊക്കെ 1 മാസത്തിന് മുമ്പ് ആശാനോടെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ മുഖ്യമന്ത്രി തന്നെ അല്ല, മുഖ്യമന്ത്രി അല്ല, ഞാൻ പ്രൈം മിനിസ്റ്ററിനാണ് പറയുന്നത്. കാരണം അത്രയും ഭയങ്കര ഇതിലാണ് പ്രൈം മിനിസ്റ്റർ സംസാരിക്കുന്നത്. നമ്മൾ അടുത്ത തോറിയം പ്രോഗ്രാം പോവുകയാണ്, ആനയാണ് ചേനയാണെന്നല്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പോയി യുറേനിയം പോയി കൈവച്ചു. എൻ്റെ ചോദ്യം, യുറേനിയം വന്നു കഴിഞ്ഞാൽ, കാരണം വലിയ കപ്പലുകളൊന്നും വിശാഖപട്ടണത്തൊന്നും പോകത്തില്ല, മദ്രാസിലും പോകത്തില്ല. അപ്പം നേരെ വരാൻ ഇതാണ്, വിഴിഞ്ഞത്തെ വരുള്ളൂ. അതുപോലെ കൊളംബോ സപ്പോർട്ടിനപ്പുറത്തുണ്ട്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോകാനായിട്ട് മംഗലാപുരം ഉണ്ട്. അപ്പം മംഗലാപുരത്ത് വിഴിഞ്ഞത്തും ആയിരിക്കും, ട്രിവാൻഡ്രത്തും ആയിരിക്കും വരാൻ പോകണേ. ഈ കൊണ്ടുവന്ന സാധനം ഡൽഹി കൊണ്ടുപോയിട്ടായിരിക്കുമല്ലോ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. ഈ ഇതേ സ്ഥലത്ത് തന്നെ പ്രോസസ്സ് ചെയ്യും. വേസ്റ്റ് മാനേജ്മെന്റ് ആര് ചെയ്യും? കാരണം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആണത്. ഇത് എങ്ങനെയാണ്? ഇതിനൊക്കെ നമ്മുടെ സംസാരിച്ചിട്ടുണ്ടോ? ഇത് പാർലമെന്റിൽ പോലും ഞാൻ കേട്ടിട്ടില്ല യുറേനിയം നമുക്ക് കുറവാണെന്നുള്ള കാര്യം. ഇപ്പോഴാണ് പറയുന്നത് ഇവിടുത്തെ അറ്റോമിക് റിയാക്ടേഴ്സ് വർക്ക് ചെയ്യാൻ യുറേനിയം ഇല്ലെന്ന്. ഓസ്ട്രേലിയ പോയി പറയുന്നു. ഇവിടുത്തെ ഒരു മേഖലയിൽ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ. ഇവിടെ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കേരളത്തിൽ ഉണ്ടല്ലോ, ഇഷ്ടം. അല്ലേ, നമുക്ക് ഇവിടെ ടൈറ്റാനിയം, അത് ടൈറ്റാനിയം എടുക്കുന്നു, അത് വേറെയാണ്. ടൈറ്റാനിയം നമ്മൾ പെയിന്റിന് വേണ്ടി പോകുന്നു. അതിനോടൊപ്പം എടുക്കുന്ന മോണോസൈറ്റ് കൊണ്ട് നമ്മൾ മണ്ണ് താഴെ ഇടുവാണ്. മോണോസൈറ്റിൽ നിന്ന് നമുക്ക് യുറേനിയം തോറി എടുക്കാം. പക്ഷെ അതിന് ഗവൺമെന്റ് പോളിസി മാറണം. അപ്പൊ ഇപ്പോഴാണത് മാറുന്നത്. റെയർ എർത്ത് ഇതിനകത്ത് മാറ്റം ഇപ്പൊ റീസെന്റ് ആയിട്ട് വരുത്തി. പക്ഷെ അതിൽ കേരളത്തിന്റെ പോളിസി അതിൽ കേരളം എന്ത് വിഭാവനം ചെയ്യുന്നു? അതിനകത്തുള്ള റിസർച്ച്, അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള തോറിയം എൻറിച്ച്മെന്റ് ടെക്നോളജി, പ്ലാന്റ് ഒന്നുമല്ല. പ്ലാന്റും ഒക്കെ ഇവിടെ നിന്നും കോപ്പി ഇടുന്നില്ല. പക്ഷെ സ്വന്തം ടെക്നോളജി. അങ്ങനെ സ്വന്തം ടെക്നോളജി ആണെങ്കിൽ മാത്രമേ നാളത്തെ ലോകത്തിൻ്റെ ആക്സസ് ആവുള്ളൂ. അല്ലാതെ എവിടെ നിന്നെങ്കിലും കോപ്പി അടിച്ച് ഇവിടെ കൊണ്ട് വെച്ചിട്ട് അത് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നതിനകത്തൊരു കാര്യമില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഉള്ളവരാണ് അവിടെ പോയിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത് ഇവിടെ സെൻറ്റർ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നു? അങ്ങനത്തെ എന്ത് പ്ലാൻ കേരളത്തിലുണ്ട്? അത് ഈ പറയുന്നതൊന്നും നമ്മൾ കോൺഷ്യസേ അല്ല. ഒരു സാധാരണക്കാരനെ കോൺഷ്യസ് അല്ല. ഇന്നലെ അയാൾ അവിടെ ഡിക്ലെയർ ചെയ്യുന്നു, അവർ കൈയടിക്കുന്നു, യുറേനിയം. അപ്പം നമ്മളിപ്പോൾ ടീച്ചർ ഒരു എക്കണോമിസ്റ്റ് അല്ലയോ? നമ്മളൊരു സാധനം പുറത്തുനിന്ന് വാങ്ങാൻ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ നമുക്കൊരു സാധനം തരാമെന്ന് പറഞ്ഞാൽ അവർക്കൊരു മനസ്സിൽ എന്തെങ്കിലും കാണല്ലേ? തീർച്ചയായിട്ടും. അല്ല, ഒരു ചുമ്മാ തരുവാണോ? തീർച്ചയായിട്ടും ഇല്ല. ക്രിട്ടിക്കൽ ആയിട്ടുള്ള എലിമെന്റ് അവരെന്തോ പ്ലാൻ ചെയ്താണ്. അതുപോലെ അവർ അടുത്തൊരു വെച്ചു, എന്താണ് പെൻഷൻ അവരുടെ ഒരു പെൻഷൻ ഗ്രൂപ്പ് ഉണ്ട്, പെൻഷൻ കൊടുക്കുന്ന സൂപ്പർ അങ്ങനത്തെ പേര് പറഞ്ഞു. അവരിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. പെൻഷൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. അപ്പൊ അവര് എന്താണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് പോലെ അവരുടെ പെൻഷൻ കമ്പനിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ കുറെ ഫിനാൻസസ് അങ്ങനെ. അതെ, നമുക്കല്ലല്ലോ. അതെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിവിടെ ഹൈലി റെലവന്റാ. മിസ്റ്റർ ജയശങ്കർ കൂടെ ഇല്ലായിരുന്നു അല്ലേ പ്രധാനമന്ത്രിയുടെ കൂടെ? എനിക്കറിയില്ല. ജയശങ്കർ കൂടെ ഉണ്ടെങ്കിലേ ഇങ്ങനെ സംഭവിക്കത്തില്ല. ബിക്കോസ് ഇതിന്റെയൊക്കെ ഇമ്പാക്ട് ജയശങ്കറിന് അറിയാം എന്ത് സംഭവിക്കും എന്ന്. ഇപ്പോൾ അല്ല, പക്ഷെ എന്നാലും രാജ്യം മറ്റൊരു രാജ്യം ഓഫർ ചെയ്യുമ്പോൾ ഇവിടെ പോയി കൈ വാങ്ങുവാണ്, ഗ്രൂപ്പ് റെഡിയായി വരുന്നു. അപ്പൊ നമുക്ക് പ്ലാൻ ഇല്ലെന്നുള്ളതല്ലേ കാണിക്കും? പ്ലാൻ ഇല്ലെന്നല്ല, നമുക്ക് വിവരമില്ലെന്ന്. അല്ല, ഒരു ധാരണയില്ല ഇതെന്താ. അങ്ങനെയുള്ള സ്ഥലത്ത് യുറേനിയം വന്നാൽ എന്ത് വന്നില്ല എന്ന് ആർക്കും ഒന്നുമില്ല. നാളെ ഉള്ളവൻ സഹിക്കുക എന്നുള്ള മട്ടിലായി പോകുന്നു. അതാണ്. അയ്യോ, അത് വളരെ അപകടകരമായ. ആരും ഇത് ചിന്തിക്കുന്നില്ല. ഈ വലിയ കപ്പൽ വന്നാൽ എങ്ങോട്ട് പോകും? അതുപോലെ തന്നെ വലിയ കപ്പൽ വന്നാൽ എങ്ങോട്ട് പോകും? ഇനി അതും യുറേനിയം കൊണ്ട് വലിയ കപ്പൽ വരുന്നത്. ഇപ്പം പിന്നെ അതല്ല, ഇസ്രായേൽ പറയുന്നുണ്ടല്ലോ ഇന്ത്യ ഞങ്ങളുടെ കൂടെയാണെന്ന്. ഇസ്രായേൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കണേ നമുക്കറിയാമല്ലോ, ഇറാനെതിരെ. അതല്ല, ഇസ്രായേൽ ഓൾറെഡി ഇന്ത്യക്കകത്ത് കയറി. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യ ഒരു നല്ലൊരു സ്ഥലമാണ്. കാരണം ഓസ്ട്രേലിയ ഒറ്റയടിക്ക് പിടിക്കാം, കാനഡ, ഈ റഷ്യ, പിന്നെ US, ഇവരുടെ എല്ലാം ടെക്നോളജി ഇന്ത്യ കിടന്ന് കറങ്ങുവാണ്. അപ്പോൾ ഇവർക്ക് അല്ലാതെ പറയാതിരുന്ന ഇസ്രായേലിന് കിട്ടാത്ത സാധനം അത്ര ഇന്ത്യയിൽ നിന്ന് പോക്കാം. അപ്പോൾ അതാണ് അവർ ചെയ്തത്. നമ്മളവിടെ പോയി അത് ഇതൊക്കെ പറഞ്ഞ് നിൽക്കുന്നെങ്കിൽ നമുക്കൊന്ന് ആപ്പാട് 50,000 പേർക്ക് ഇതൊന്നും ഈ പോകുന്ന അവിടെ പോയി സംവദിക്കുന്നവർക്കാർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ. ഇതിന്റെ ഒക്കെ ഇമ്പാക്ട്, ഇക്കണോമിക് ഇമ്പാക്ട് ഇങ്ങനെ കാരണം ഇത്ര ടീച്ചർ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. നമ്മൾ പിന്നെ ജോർജ് വാഷിങ്ടന്റെ കാര്യം ഓർക്കുക.
അമേരിക്കയെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോയ മഹാരഥനായിരുന്നു. അദ്ദേഹത്തോട് ആദ്യത്തെ പ്രാവശ്യം തന്നെ പ്രസിഡൻ്റാകാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചു. ഞാൻ പ്രസിഡൻ്റാകാൻ വേണ്ടിയല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത്, അതിന് എന്നേക്കാൾ കഴിവുള്ളവർ വരുമെന്ന് പറഞ്ഞു. പക്ഷേ ജനങ്ങൾ അങ്ങ് വല്ലാതെ അദ്ദേഹത്തെ പെസ്റ്റർ ചെയ്തതുകൊണ്ട് അവസാനം അദ്ദേഹം പ്രസിഡൻ്റായി, മത്സരിച്ച് ജയിച്ച് പ്രസിഡന്റ്. രണ്ടാം വട്ടവും അദ്ദേഹം തന്നെ പ്രസിഡന്റ്, നല്ല ഭരണമായിരുന്നു എന്ന് പറഞ്ഞ് വലിയ വാശിയോടുകൂടി ജനം ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം നിന്നുകൊടുത്തില്ല. എന്നേക്കാൾ ഇത് എനിക്ക് മാത്രമുള്ള പൊസിഷനല്ല, എന്നേക്കാൾ കഴിവുള്ളവർ ഈ പൊസിഷനിലേക്ക് വരണമെന്ന്. ആ കാര്യം ഒന്ന് ബിജു ആലോചിച്ച് നോക്കി. ഇന്ത്യയുടെ കാര്യത്തിലോ കേരളത്തിൻ്റെ കാര്യത്തിലോ ഇപ്പം ഇല്ലെന്ന് പറയാം. കാരണം നമ്മളിപ്പോൾ 57 ഞാൻ കേട്ടുകൊണ്ട് ടി വി തോമസിൻ്റെ അടുത്ത് ആകാൻ പറഞ്ഞു, ആയില്ല. പിന്നെ കമ്പൾഷൻ്റെ പുറത്താണ് EMS ആകുന്നത്. കമ്പൾഷൻ്റെ പുറത്ത് തന്നെയാണ് EMS ആകുന്നത്. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഡൽഹിയിലൊക്കെ അല്ലേ തീരുമാനം. അതാ പറഞ്ഞത് മൂന്നാം ഊഴത്തിന് വേണ്ടിയൊക്കെയുള്ള ശ്രമം. അപ്പോൾ ജോർജ് വാഷിങ്ടനെയും എബ്രഹാം ലിങ്കണെയും ഒക്കെ ഇവർ കണ്ടുപഠിക്കണം. അവർ വായിച്ചിട്ടില്ല. ടീച്ചറെ ബുക്ക് വായിച്ചു, ഞാനും വായിച്ചു. ട്രംപ് അങ്ങനെയല്ല കേട്ടോ. ട്രംപിനെ ആരെങ്കിലും അടിച്ച് അല്ല, അത് കാലം അങ്ങനെ മാറിയെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ സിനിമയല്ല അങ്ങനത്തെ അമേരിക്കയിൽ മറ്റു ഒരു പ്രസിഡന്റും അത്രയും മോശമായിട്ട് ഈ ട്രംപിനെ പോലെ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് തോറിയം വരട്ടെ, എന്ത് വരട്ടെ, അല്ല അതിലൊക്കെ എന്താണെന്ന് അറിയാം. നമ്മൾ അതിലോട്ട് വരാനുള്ള കാരണം നമുക്ക് നമ്മുടെ റിസോഴ്സിനെ പറ്റി അറിയത്തില്ല. അപ്പൊ അത് ഉണ്ടായിരുന്ന സെസ്സിന്റെ കൂടെ NSS ആയിട്ടങ്ങ് പോയി. അപ്പൊ നമ്മളിനി എവിടെ? അപ്പം നമുക്കറിയേണ്ടത് നമുക്ക് ഇത്ര റിസോഴ്സ് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയായിരിക്കും ഇനി ഫ്യൂച്ചർ പോകേണ്ടത്, ഒന്നും വേണ്ട. ഒരു കാലഘട്ടത്തിൽ എത്ര കിലോ മത്തി നമുക്കിവിടെ കിട്ടും, വല്ല ധാരണയുണ്ടോ? എത്ര അയല ഇവിടെ വരുന്നുണ്ട്? ഒന്നുമില്ല. ഈ പ്രാവശ്യത്തെ ബജറ്റിൽ ഒരു റെയർ എർത്ത് കോറിഡോർ സെൻട്രൽ ബജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 3 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് ഈ റെയർ എർത്ത് കോറിഡോറിൽ ഉൾപ്പെടുന്നത്: കേരളം, ആന്ധ്ര, ഒഡീഷ. ഈ 3 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ റെയർ എർത്ത് ശേഖരമുള്ളത് കേരളത്തിൻ്റെ തീരത്താണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇരിക്കെ ഈ പറഞ്ഞ, അതായത് നരേന്ദ്രമോദി ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് യുറേനിയം ഇറക്കുമതി ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഈ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കേരള തീരത്ത് അതായത് ട്യൂൺ ചെയ്തെടുക്കാവുന്ന റെയർ എർത്തുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരിച്ചെടുക്കാവുന്ന തരത്തിലുള്ള റെയർ എർത്ത് നമുക്കിവിടെ ഉണ്ട്. നമ്മുടെ ഇവിടെ നിന്ന് വാങ്ങുന്ന റെയർ എർത്ത് മറ്റ് രാജ്യങ്ങളിൽ കൊണ്ടുപോയി സമ്പുഷ്ടീകരിച്ച് യുറേനിയം ആക്കുന്നുണ്ടോ, ആറ്റം ബോംബ് ആക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ സൂക്ഷിക്കണം, പേടിക്കണം. ആ ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിനുള്ളത്. ആ സാഹചര്യത്തിൽ എന്തിനാണ് ഓസ്ട്രേലിയയിൽ നിന്ന് ഇങ്ങോട്ട് യുറേനിയം കൊണ്ടുവരുന്നത്? ടീച്ചർ, അതിന് ഉത്തരം അതായത് വേറൊരു പെർസെപ്ഷനിൽ കൂടെ വരാൻ പോണേ. അതായത് ഹോമി ജെ ബാബയുടെ പ്ലാൻ വെച്ചിട്ട് പുള്ളി 3 ഫേസിലാണ് നമ്മുടെ ന്യൂക്ലിയർ പ്ലാന് എന്ന് വെച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ അന്നേരം വാർഫെയർ അല്ല, രാജ്യത്തിന് ഗുണം ഉണ്ടാവണം, അതിനുവേണ്ടി എങ്ങനെ പോകാം എന്നുള്ളതാണ് അതിന്റെ ബേസിക്. അതെ, അതിന്റെ ബേസിക് യൂസ് തന്നെ വേറൊരു സംഭവത്തിലാണ് അത് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചർ വോയേജർ 1 വോയേജർ 2 എന്ന് കേട്ടിട്ടുണ്ടല്ലോ. 70s നമ്മൾ ആകാശത്തോട്ട് വിട്ടത്. ഇന്നും അത് ആകാശത്ത് പോയേക്കുവാണ്, പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ലക്ഷ്യം തന്നെ ഒരു 1.5 മില്യൺ യുഗം ഈ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ ഇങ്ങനെ വരാൻ ആളെ ഇങ്ങനെ എത്തിക്കാൻ വേണ്ടിയുള്ളൊരു പ്ലാനൊക്കെയാണ് അവർ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ 1.5 മില്യൺ ഇയറിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? അതിനവർ ചെയ്ത് പ്ലൂട്ടോണിയം ബാറ്ററിയാണ്. ഇത്രയും സൈസുള്ള ചെറിയ പ്ലൂട്ടോണിയം 2-3 ബാറ്ററി വെച്ചിട്ടാണ് ഈ വണ്ടി വിട്ടേക്കുന്നത്. അപ്പോൾ ഈ സാധനത്തിനെ നമുക്ക് ഇത്രയും ചെറിയൊരു യൂണിറ്റ് കൊണ്ടിട്ട് പവർ നമുക്ക് ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ക്ലാസിക്കൽ പവർ സോഴ്സ് എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബാബ എല്ലാം ഈ പറയുന്ന നമ്മൾ ന്യൂക്ലിയർ മിഷനിലോട്ട് വരുന്നത്. അതായത് ചെറിയ നമ്മുടെ തന്നെ അവസ്ഥകൾ വെച്ചിട്ട് ചെറിയ സംവിധാനങ്ങൾ നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം ലാർജർ ലെവലിൽ നമുക്ക് ഡാമിലോട്ട് പോകണ്ട, അല്ലെങ്കിൽ ഹൈ ലെവൽ കോളിലോട്ട് പോകണ്ട, ഒരുപാട് റിസോഴ്സ് കത്തിച്ച് കളയണ്ട. ഇതൊക്കെയാണ് അന്നത്തെ ടാർജറ്റ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഫസ്റ്റ് നമ്മുടെ ഉള്ള യുറേനിയം യൂസ് ചെയ്യുക. അപ്പോൾ അതിന് ആദ്യം നമുക്കില്ലായിരുന്നു, അതുകൊണ്ട് പുറത്തുനിന്ന് നമ്മൾ എടുക്കുന്നു, പിന്നെ അതിനെ വർക്കൗട്ട് ചെയ്യുന്നു. സെക്കൻഡ് ഫേസിനെ വർക്കൗട്ട് ചെയ്തതിൻ്റെ അകത്തുനിന്ന് തന്നെ നമ്മൾ വർക്ക് ചെയ്ത് വരുന്നു. സമമായിട്ട് നമ്മൾ യുറേനിയം മൈൻസും ഡെവലപ്പ് ചെയ്തു. ഇന്ത്യയിൽ യുറേനിയം മൈൻസ് ഉണ്ട്. ആ യുറേനിയം മൈൻസിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ അതിനേക്കാളും കൂടുതൽ ആന്ധ്രയിലുണ്ട്. ഇപ്പോൾ പുതിയതായിട്ടുള്ളതൊക്കെ മേഘാലയയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, പിന്നെ രാജസ്ഥാനിലുണ്ട്. മേജറായിട്ട് മൈൻസ് ഉണ്ട് നമുക്ക്. പക്ഷേ ഇതിന് വേണ്ടത്രയും ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അത്ര അറിയത്തില്ല.
ഇനി ഈ രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞിട്ടൊരു സ്റ്റേജിലാണ് നമ്മുടെ തോറിയൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻ വെച്ചേക്കുന്നത്. അതായത് സെക്കൻഡ് സ്റ്റേജിൻ്റെ റിസൾട്ടൻറ്റിൽ നിന്നുകൊണ്ട് വേണം തോറിയൻ ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിൻ്റെ ഏർലി സ്റ്റേജസ് വർക്ക് ഇപ്പോഴാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ മൊത്തമായിട്ട് നമുക്കൊരു തോറിയൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത് ഇതുവരെ ആയിട്ടില്ല. ഒരു കമേഴ്ഷ്യൽ പ്രൊഡക്ഷനിലോട്ട് ഈ പറയുന്നതിലേക്ക് കൊടുക്കാൻ വേണ്ടി ആയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ന്യൂക്ലിയർ ഫെസിലിറ്റിക്ക് നമുക്ക് എന്തായാലും യുറേനിയം വേണം. അപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങളിലുള്ള യുറേനിയം ടെക്നോളജി ഉപയോഗിക്കാം, അല്ലെങ്കിൽ യുറേനിയം ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവരാം. പക്ഷേ ലാർജ് സ്കെയിലിൽ എത്ര സ്കെയിലാണെന്നൊന്നും ഇവർ പറയാതെ, ക്വാണ്ടിറ്റി പറയാതെ ഞങ്ങൾ പറയുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ ആദ്യത്തെ ഇഷ്യൂ. രണ്ടാമത് ഈ കൊണ്ടുവരുന്ന സ്ഥലം, ഇത് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുമ്പോൾ കേരളത്തിൽ ഇതിനെ പറ്റിയുള്ള മാനേജ്മെൻറ്റും ബാക്കിയുള്ള നമ്മൾ പ്രിപ്പയർഡ് ആണോ, അത് ആ സമയത്ത് എന്നാൽ തട്ടിക്കൂട്ടിയുള്ള പരിപാടിയിലോട്ട് പോകുമോ എന്നുള്ളതാണ്. പക്ഷേ തോറിയം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെയർ എർത്ത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡാണ്. അതിനകത്ത് തോറിയം മാത്രമേ നമുക്ക് ഈ പറയുന്ന എനർജി സെക്ടറിലോട്ട് വരുന്നുള്ളൂ. ബാക്കി വരുന്നത് മാഗ്നറ്റ് ഉണ്ടാക്കാനാണ്. ഹൈ ഡെഫിനിഷൻ മാഗ്നറ്റിലോട്ട് പോകും. അതായത് ഹൈപ്പർ ലൂപ്പ് എന്നൊക്കെ പറഞ്ഞൊരു പുതിയ കൺസെപ്റ്റ്. ഇവിടെ നിന്നുകൊണ്ട് ഏതാനും മണിക്കൂർ, 6 മണിക്കൂറോ ബാംഗ്ലൂരിൽ. അല്ലല്ല, അത് 4.5 മണിക്കൂർ കൊണ്ട് നമുക്ക് കാലിഫോർണിയയിൽ നിന്ന് വാഷിംഗ്ടണിൽ പോവാം. 4.5 മണിക്കൂർ, അല്ലെങ്കിൽ നമുക്ക് 8-9 മണിക്കൂറാണ് പ്ലെയിനിൽ. സൂപ്പർ ലൂപ്പിന്റെ തന്നെ വലിയ ഇതിൽ വരുവാണ്. അതിന് അവർ കേരളം ഒരു എക്സ്പെരിമെൻ്റൽ ലെവലിൽ കാണുന്നുണ്ട് ഓൾറെഡി. അതായത് ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂരിൽ 40 മിനിറ്റ് കൊണ്ട് പോകാൻ വേണ്ടി. 4 മണിക്കൂറല്ല, 40 മിനിറ്റാണ് ഈ ഹൈപ്പർ ലൂപ്പ്. കാരണം നമ്മുടെ ഈ റീജിയനിലെ ജിയോളജിക്കൽ സ്ട്രക്ചേഴ്സ് ഈ പറയുന്ന സംവിധാനങ്ങൾ, ഈ ടണൽ സംവിധാനങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഓൾറെഡി ജിയോളജിക്കൽ കണ്ടീഷൻ വെച്ച് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് കേരളം ഒരു എക്സ്പെരിമെന്റ് ആക്കാൻ വേണ്ടി നോക്കുന്നത്. ജപ്പാനിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഹൈപ്പർ ലൂപ്പ്. ഇല്ല, ഹൈപ്പർ ലൂപ്പ് എക്സ്പെരിമെന്റ് ലെവലിലാണ്, ഹൈപ്പർ ലൂപ്പ് ആയിട്ടില്ല. മസ്ക് ആയിരുന്നു അതിനെ അതിൻ്റെയൊക്കെ ഇത് പറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ കേരളം ഒരു എക്സ്പെരിമെൻ്റൽ ടാർജറ്റ് കിടക്കുന്നുമുണ്ട്. അപ്പോൾ അതിന് വേണ്ട മാഗ്നറ്റിക് സാധനങ്ങളെല്ലാം ഈ റെയർ എർത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളം ഒരു റെയർ എർത്ത് ടെക്നോളജി ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത്. കാരണം ഇതിൻ്റെ നാളത്തെ ആക്സസ് ഇവിടെ എത്തും. ഇങ്ങനത്തെ മാഗ്നറ്റ് ബേസ് ചെയ്തിട്ടുള്ള എനർജി കാര്യങ്ങളുടെയൊക്കെ. അപ്പോൾ അതിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്ത് വരുന്നില്ല. രണ്ടാമത്തത് ഇതുപോലെ ഇമ്പോർട്ട് ചെയ്യുന്ന യുറേനിയത്തിനൊക്കെ എന്ത് ചെയ്യും, അതെവിടെ പ്രോസസ്സ് ചെയ്യും, പ്രോസസ്സിങ് യൂണിറ്റ്സ് ഉണ്ടോ വേറെ, അതോ കുടംകുളത്തേക്കൊന്നും കൊണ്ട് എത്തിക്കാൻ പറ്റത്തില്ല. കാരണം കടലും വരുന്ന കപ്പലും കുടംകുളത്തെ സാധനം എത്തണമെന്നുണ്ടെങ്കിൽ കൊളംബോയിൽ ഇറക്കി വേറെ കപ്പലിൽ കയറ്റി കൊണ്ടുവരണം. അപ്പോൾ അതൊന്നും ഈ ചെറിയ റേഡിയോ ആക്റ്റീവ് മരുന്നുകൾക്ക് വേണ്ടിയുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വരത്തില്ലേ, അതുപോലും ഭയങ്കരമായിട്ടുള്ള സേഫ്റ്റിയിലാണ് വരുന്നത്. വിഴിഞ്ഞത്ത് വരുവാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ബിജു ഒരു ഡിസ്കഷൻ വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഈ പുള്ളിക്കാരന് ഒരു പക്ഷേ ഇതേപ്പറ്റി അത്ര അവബോധം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടോ. ഒരു പക്ഷേ കാണുമായിരിക്കുമേ. മോഹൻലാൽ സ്റ്റേജിൽ കയറി പറയുന്നു സിംഗപ്പൂർ പോലെ ആയിരിക്കണം നമ്മുടെ തീരം എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തം പോർട്ട് വരാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴേ നമ്മളൊന്ന് ആലോചിച്ചു ഇത് എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നെന്നുള്ളത്. കാരണം ഈ ഭാരതപ്പുഴയ്ക്ക് മേളിലോട്ടുള്ള നദീമുഖങ്ങളെല്ലാം ഓരോ വർഷവും നമ്മൾ മണ്ണ് മാന്തി മാറ്റേണ്ടി വരുവാണ്. കാരണം അത്രയ്ക്ക് മണ്ണ് വടക്കുന്ന് വന്ന് അടിയുവാണ്. നേത്രാവതി നന്നായിട്ട് തരുന്നുണ്ട്, ഇതും ഇവിടെ നർമ്മദയും. ഈ രണ്ടിൽ നിന്നുള്ള കടലിലോട്ടുള്ള ഇൻപുട്ട് കൂടുതലാണ്. അപ്പോൾ കടൽ കയറി ഇറങ്ങി വരുന്നതനുസരിച്ച് മണ്ണ് അത്രയും വന്ന് അടിഞ്ഞ് നമ്മുടെ കടൽത്തീരത്താണ് അടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെരിയാർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ താഴോട്ടുള്ള റീജിയനിൽ അത്രയും വരാത്തത്. കാരണം അത് കാരണം മണ്ണ് ലക്ഷദ്വീപ് ക്രോസ് ചെയ്തങ്ങ് പോവുകയാണ് പെരിയാറിൻ്റെ പ്രസൻസ് കാരണം. അപ്പോൾ ഈ ഒരു റീജിയനിലുള്ള മണ്ണ് അടയ്ക്കുന്ന സ്ഥലത്ത് ഇവർ കൊണ്ട് ഇതൊക്കെ വെക്കുമെന്ന് പറയുന്നത് എന്ത് കണക്കിലാണ്? ഒന്നും പറയാൻ പറ്റില്ല. ബോട്ട് നോർമലി മീൻ പിടിക്കുന്ന ബോട്ടേ കയറുന്നില്ല അവിടെ നിന്നും. അപ്പോൾ ഇങ്ങനത്തെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ പറയുകയും കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് വെറും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പോകും. അല്ല, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആവും. അപ്പോൾ നമുക്ക് തന്നെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകും. ഈ പറഞ്ഞെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് അതുണ്ടാകാൻ പാടില്ല. അതിനൊരു സ്ട്രെങ്ത് ഉള്ള ഒരു സിസ്റ്റംസ് തന്നെ അതിനകത്ത് വരണം.